മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളിൽ ഗുരുതരമായ ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അവയെക്കുറിച്ച് താഴെ വിശദമായി നൽകുന്നു. 1. ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ. തുടർച്ചയായി ഫോൺ നോക്കിയിരിക്കുന്നത് കുട്ടികളുടെ കണ്ണിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. കാഴ്ചക്കുറവ്, കണ്ണുവേദന, തലവേദന എന്നിവ ഇതിൽ പ്രധാനമാണ്. കൂടാതെ കുനിഞ്ഞിരുന്നുള്ള ഫോൺ ഉപയോഗം കഴുത്തിലും തോളിലും വേദനയുണ്ടാക്കാനും നട്ടെല്ലിന്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരാനും കാരണമാകുന്നു. 2. മാനസികവും വൈകാരികവുമായ മാറ്റങ്ങൾ. മൊബൈൽ ഗെയിമുകളോടും വീഡിയോകളോടും കുട്ടികൾക്ക് വല്ലാത്തൊരു ആസക്തി, അഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫോൺ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു. ഇത് കുട്ടികളിൽ ഏകാഗ്രത കുറയുന്നതിനും പഠനത്തിൽ താൽപര്യമില്ലാതാകുന്നതിനും കാരണമാകുന്നു. 3. സാമൂഹികമായ ഒറ്റപ്പെടൽ. കൂട്ടുകാരുമായി കളിക്കാനോ പുറത്തിറങ്ങാനോ താൽപര്യം കാണിക്കാതെ കുട്ടികൾ ഫോണിലേക്ക് മാത്രം ചുരുങ്ങുന്നു. ഇത് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള അവരുടെ കഴിവ് കുറയ്ക്കുകയും സാമൂഹികമായ ഒറ്റപ്പെടലിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 4. ഉറക്കക്കുറവും ക്ഷീണവും. രാത്രി വൈകിയുള്ള ഫോൺ ഉപയോഗം കുട്ടികളുടെ ഉറക്കത്തെ സാരമായി ബാധിക്കുന്നു. ഫോണിൽ നിന്നുള്ള നീല വെളിച്ചം, ബ്ലൂ ലൈറ്റ്, ഉറക്കം നൽകുന്ന മെലാറ്റോണിൻ ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ തടയുന്നു. കൃത്യമായ ഉറക്കം ലഭിക്കാത്തത് കുട്ടികളിൽ പകൽ സമയങ്ങളിൽ ക്ഷീണവും മടിയും ഉണ്ടാക്കുന്നു. 5. വ്യായാമക്കുറവും അമിതവണ്ണവും. പുറത്തിറങ്ങി ഓടിക്കളിക്കുന്നതിനു പകരം ഒരേയിടത്തിരുന്നുള്ള ഫോൺ കളി ശരീരത്തിന് ആവശ്യമായ വ്യായാമം ഇല്ലാതാക്കുന്നു. ഇത് കുട്ടികളിൽ അമിതവണ്ണത്തിനും ഒബസിറ്റി, അതുമായി ബന്ധപ്പെട്ട മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും വഴിവെക്കുന്നു. 6. സൈബർ സുരക്ഷാ ഭീഷണികൾ. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കുട്ടികൾ പലപ്പോഴും തെറ്റായ ഉള്ളടക്കങ്ങൾ, ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ് കാണാനിടയാകുന്നു. സൈബർ ബുള്ളിയിങ്, ഓൺലൈൻ ചതിക്കുഴികൾ എന്നിവയെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതിനാൽ അവർ അപകടങ്ങളിൽപ്പെടാൻ സാധ്യത കൂടുതലാണ്. കുട്ടികളുടെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാൻ കൃത്യമായ സമയം നിശ്ചയിക്കുന്നതും അവർക്ക് മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടാൻ അവസരം നൽകുന്നതും ഗുണകരമാണ്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് കൂടുതൽ ആഴത്തിൽ. 1. തലച്ചോറിന്റെ വളർച്ചയെ ബാധിക്കുന്നു. ചെറുപ്രായത്തിൽ കുട്ടികളുടെ തലച്ചോറ് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഘട്ടത്തിൽ അമിതമായി മൊബൈൽ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും ക്രിയേറ്റിവിറ്റി ദോഷകരമായി ബാധിക്കും. കാര്യങ്ങൾ സ്വയം ചിന്തിച്ചു ചെയ്യുന്നതിനു പകരം ഫോണിലെ ദൃശ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന രീതി അവരിൽ വളർന്നുവരുന്നു. 2. സംസാരശേഷിയിലെ കുറവ്, സ്പീച്ച് ഡിലേ. വളരെ ചെറിയ പ്രായത്തിലെ ഫോൺ നൽകുന്നത് കുട്ടികളിലെ സംസാരശേഷി വൈകാൻ കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരോട് സംസാരിച്ചും ഇടപഴകിയും പഠിക്കേണ്ട ഭാഷാപരമായ കഴിവുകൾ ഫോണിലെ ഏകപക്ഷീയമായ സംഭാഷണങ്ങൾ, വൺ വേ കമ്മ്യൂണിക്കേഷൻ കാരണം തടസ്സപ്പെടുന്നു. 3. ഭക്ഷണത്തോടുള്ള അശ്രദ്ധ. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കാണുന്ന ശീലം കുട്ടികളിൽ ഇന്ന് വ്യാപകമാണ്. ഇത് വളരെ അപകടകരമാണ്. ഫോണിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ താൻ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നുവെന്നോ ഭക്ഷണത്തിന്റെ രുചിയോ കുട്ടി അറിയുന്നില്ല. ഇത് ദഹനപ്രക്രിയയെ ബാധിക്കാനും ഭാവിയിൽ ഭക്ഷണവൈകല്യങ്ങൾ, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകാനും കാരണമാകുന്നു. 4. പെരുമാറ്റ വൈകല്യങ്ങൾ, ബിഹേവിയറൽ ഇഷ്യൂസ്. യുദ്ധം, അക്രമം എന്നിവ അടങ്ങിയ ഗെയിമുകൾ കളിക്കുന്നത് കുട്ടികളിൽ അക്രമാസക്തമായ പെരുമാറ്റമുണ്ടാക്കുന്നു. യാഥാർത്ഥ്യവും സാങ്കല്പിക ലോകവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ അവർക്ക് പ്രയാസമുണ്ടാകുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും വാശി പിടിക്കാനും നിലവിളിക്കാനുമുള്ള പ്രവണത ഇതിന്റെ ഫലമാണ്. 5. വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ. ഫോണിൽ ഗെയിം കളിക്കുമ്പോഴും വീഡിയോ കാണുമ്പോഴും ലഭിക്കുന്ന ഡോപ്പമീൻ എന്ന ഹോർമോൺ കുട്ടികൾക്ക് പെട്ടെന്ന് സന്തോഷം നൽകുന്നു. എന്നാൽ പഠനമെന്നത് അല്പം കൂടി ക്ഷമ ആവശ്യമുള്ള കാര്യമായതിനാൽ പുസ്തകം വായിക്കാനോ ഗൃഹപാഠം ചെയ്യാനോ അവർക്ക് മടി അനുഭവപ്പെടുന്നു. ഇത് പരീക്ഷകളിലെ മാർക്ക് കുറയാനും പഠനത്തോടുള്ള പേടി വർദ്ധിക്കാനും കാരണമാകുന്നു. 6. റേഡിയേഷൻ ഭീഷണി. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ തലയോട്ടിക്ക് കനം കുറവായതിനാൽ മൊബൈൽ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ അവരുടെ തലച്ചോറിനെ കൂടുതൽ വേഗത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ
ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പരിഹാരമാർഗങ്ങൾ: മാതൃകയാവുക. മാതാപിതാക്കൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് അമിതമായി ഫോൺ ഉപയോഗിക്കാതിരിക്കുക. സമയക്രമം: ദിവസവും ഒരു നിശ്ചിത സമയം, ഉദാഹരണത്തിന് 30 മിനിറ്റ് മാത്രം ഫോൺ നൽകുക. ഡിജിറ്റൽ ഫ്രീ സോൺ: ഡൈനിങ് ടേബിളിലും കിടപ്പുമുറിയിലും ഫോൺ ഒഴിവാക്കുക. പുറംവേലകൾ: കുട്ടികളെ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുക.